ആദ്യം ഞാൻ നിങ്ങളൊക്കെ പിടിച്ച് ജയിലിട്ടത്. കഴിഞ്ഞ തവണ വേറെ ഓഫറുകൾ ഉണ്ടായിട്ട് ഞാൻ അഴീക്കോട് പോയി മത്സരിച്ചു. പിണറായി വിജയൻ ഒരു ഡിക്റ്റേറ്റർ. വെള്ളാപ്പള്ളി നടേശൻ. പറയാനൊരു വാക്കില്ല. റാപ്പിഡ് ഫയർ റൗണ്ടിൽ മറ്റൊരു നേതാവ്, മറ്റൊരു സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുകയാണ്. വേങ്ങരയുടെ UDF സ്ഥാനാർത്ഥി KM ഷാജി ഫയറായ മറുപടികൾ നൽകാനായി ചേരുന്നു. KM ഷാജിയെ ഒറ്റ വാക്കിൽ നിർവചിക്കാൻ പറഞ്ഞാൽ എന്ത് പറയും? KM ഷാജി എന്ന് പറയും. KM ഷാജി, താങ്കളിൽ കാണുന്ന ഒരു ഗുണം, ഒരു ദോഷം? ദോഷമൊന്നും കാണുന്നില്ല, ഗുണം മാത്രമേ കാണുന്നുള്ളൂ. അതെൻ്റെ ഒരു പ്രശ്നം. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മന്ത്രി പിണറായി വിജയൻ. ഏറ്റവും മോശത്തെയാണ്, അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ഇഷ്ടം. ഈ മന്ത്രിസഭയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു MLA? PD സതീശൻ. അപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ KM ഷാജിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്ത്? കുഞ്ഞാലിക്കുട്ടി സാഹിബ്. KM ഷാജിയുടെ രാഷ്ട്രീയ ഗുരു അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ അതാരായിരിക്കും? CH മുഹമ്മദ് കോയ സാഹിബ്. വിഷമം തോന്നിയ ഒരു വിവാദം? ശരിക്കും അങ്ങനെ വിഷമം തോന്നിയിട്ടില്ല. ആളുകൾക്ക് കാര്യം മനസ്സിലാവാത്തതിൽ വിഷമം തോന്നിയിട്ടുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപദേശം എന്താണ്? പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തലച്ചോറിട്ടു നാവാണ് കണക്ഷൻ. ഒരു ഡിപ്ലോമസി ആവാം എന്നതാണ് എനിക്കുള്ളൊരു ഉപദേശം. KM ഷാജി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? ആദ്യം ഞാൻ നിങ്ങളൊക്കെ പിടിച്ച് ജയിലിട്ടത്. അപ്പം മുഖ്യമന്ത്രി ആകും എന്നൊരു പ്രതീക്ഷയുണ്ട്? ഇല്ല. കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി? C അച്യുതമേനോൻ, CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് ഞാൻ പറയും. കരുണാകരനാണ് മൂന്നാമത്തെ ആൾ. VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇതിൽ മികച്ച പ്രതിപക്ഷ നേതാവരായിരുന്നു? രണ്ടുപേരും ചേർന്നാലാണത് മികച്ചതാവുക. CPM ഇഷ്ടപ്പെട്ട ഒരു നേതാവ്? കുറേ ആളുകളുണ്ട്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ സ്വരാജിനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും ധീരമായ തീരുമാനം എന്താണ്? കഴിഞ്ഞ തവണ വേറെ ഓഫറുകൾ ഉണ്ടായിട്ട് ഞാൻ അഴീക്കോട് പോയി മത്സരിച്ചു. അത് ധീരമായിരുന്നു എന്നല്ല, നല്ലതായിരുന്നു എന്ന് പിന്നീട് 5 കൊല്ലം പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് പേരുകൾ പറയാം, ഒറ്റ വാക്കിൽ എന്താ തോന്നുന്നതെന്ന് പറയാം. പിണറായി വിജയൻ. ഒരു ഡിക്റ്റേറ്റർ. വെള്ളാപ്പള്ളി നടേശൻ. പറയാനൊരു വാക്കില്ല. നരേന്ദ്രമോദി. ഒരു ഡിക്റ്റേറ്ററുടെ മറ്റൊരു പതിപ്പ്, സെക്കൻഡ് ഡിക്റ്റേറ്റർ എന്ന് പറയും. KT ജലീൽ. എൻ്റെ സുഹൃത്താണ്. സുരേഷ് ഗോപി. നല്ല നടൻ. ശൈലി മാറ്റണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശൈലി മാറ്റണമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നൈസർഗികമായിട്ട് വരുന്ന ചില സാധനങ്ങൾക്ക് മറയിടാനുള്ള ഡിപ്ലോമസി എൻ്റെ കയ്യിലില്ല. രാഷ്ട്രീയത്തിൽ റിട്ടയർമെന്റ് പ്ലാൻ വേണോ? രാഷ്ട്രീയത്തിൽ നിന്നല്ല, പാർലമെന്ററി സിസ്റ്റത്തിൽ നിന്ന്. രാഷ്ട്രീയത്തിൽ നിന്ന് മാറേണ്ട കാര്യമില്ല, മരിക്കണവരെ ജനങ്ങളുടെ കൂടെ നിൽക്കാം. പക്ഷെ അത് പാർലമെന്ററി പാർട്ടി തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം പറയാൻ പറഞ്ഞാൽ? ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന, അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ഒരു നന്ദി പറയാനുള്ളൊരു, അവരുടെ ഒരു കണ്ണിലെ ഒരു സന്തോഷം, അതാണ് ഏറ്റവും നല്ല സന്തോഷം. ലാസ്റ്റ് ചോദ്യം, നമ്മുടെ റാപ്പിഡ് ഫയറിൽ ഒഴിച്ചുകൂടാനാവാത്ത അവസാന ചോദ്യത്തിലേക്ക് പോവുകയാണ്. മമ്മൂട്ടി ഓർ മോഹൻലാൽ? നല്ല നടന്മാരൊക്കെ എനിക്കിഷ്ടമാണ്. ഈ ചോദിച്ചതിന് ഞാൻ പറയുകയാണെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ള പൃഥ്വിരാജിനാണ് എനിക്കിഷ്ടം. യെസ്, അപ്പോൾ KM ഷാജി എല്ലാ തവണത്തെയും പോലെ തന്നെ ഉത്തരങ്ങൾ കൊണ്ട് ഇത്തവണയും നമ്മളെ ഞെട്ടിച്ചു. അപ്പോൾ റോൾ ക്യാമറ ഇലക്ഷൻ.